നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഏകാദശി വ്രതമാണ്. അപ്പോൾ എല്ലാവരും ഏകാദശി നോറ്റിട്ടുണ്ട് എന്ന് തന്നെ കരുതാണ് കേട്ടോ. ഇന്നലെ ധന്വന്തരി ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിച്ചു. ഇന്നലെ നെല്ലുവായി ഏകാദശി ആചരിച്ചത് ഇന്നലെയായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോകാനായിട്ട് സാധിച്ചു കേട്ടോ. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഷോർട്സ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അവിടെ ചെന്നു, ഭഗവാനെ കണ്ടു, കുറച്ച് സമയം അവിടെ ചിലവഴിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. കുറേ ഭക്തരെ കണ്ടു. എല്ലാവരും ഓടി വന്ന് സംസാരിച്ചു. അന്ന് ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഇതേപോലെ കുറേ ഭക്തരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെല്ലുവായിൽ പോയപ്പോൾ അവിടെയും കുറേ പേരെ കണ്ടു. അപ്പോൾ അവിടെയും നമ്മളെ വീഡിയോസ് കാണുന്നവർ ധാരാളമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഏകാദശിയാണ്. എല്ലാവരും ഭംഗിയായി തന്നെ ഏകാദശി മുഴുവനായിട്ട് നോൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകാദശി വ്രതം ഭഗവാനിലെ സന്തോഷപൂർവ്വം സമർപ്പിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് സംശയങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പോൾ അത് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ, ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് കേട്ടോ തൊഴുതത്. ഉച്ചപൂജ തൊഴുതിട്ടാണ് നെല്ലുവായിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഭഗവാനെ സാധാരണ നേരത്ത് കാണുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ തന്നെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. ഒരു ചെറിയ ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണിയാണ് കേട്ടോ. ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. ഇങ്ങനെ ഇരിക്കുകയാണ്. നിലത്ത് ഇരുന്നിട്ട് ഇടത്തെ ഭാഗത്ത് ഒരു വെണ്ണക്കുടം വെച്ചിട്ടുണ്ട്. അതിൽ നിറയെ വെണ്ണയുണ്ട്. കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. കാരണം ആ കുടത്തിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വെണ്ണയുടെ ആ വെളുത്ത നിറം ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുന്ദരമായിട്ട് വെണ്ണ കഴിക്കുന്ന ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. രണ്ടിലും വെളുത്ത നിറമാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. ഒരെണ്ണത്തിൽ നന്ദ്യാർവട്ടത്തിൻ്റെ ഇടയ്ക്ക് വളരെ നേരിയ രീതിയിൽ കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് വെള്ളയായിരുന്നു. അത് മുഴുവനായിട്ടും നന്ദ്യാർവട്ടത്തിൽ കോർത്തതായിരുന്നു. 2 ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്. ഒരെണ്ണം നല്ല തടിച്ചുരുണ്ട ഉണ്ടമാലയായിരുന്നു. ഒരെണ്ണം അധികം വണ്ണമില്ലാത്ത ഒരു മാലയായിരുന്നു. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതാണ് തടിച്ചുരുണ്ട മാല കേട്ടോ. അതിൽ 3 നിറങ്ങളുണ്ട്. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. ഒരു പ്രത്യേക രീതിയിലൊക്കെ കോർത്തിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെയുള്ള ഉണ്ടമാലയിൽ കൂടുതലും വെളുത്ത നിറത്തിലായിരുന്നു. പക്ഷെ എല്ലാ നിറവും ഉണ്ട്. തുളസിയുണ്ട്, തെച്ചിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. അങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു. അതിന് നടുക്കാണ് വെണ്ണയുണ്ടുകൊണ്ട് നമ്മുടെ ഭഗവാനിക്കുണ്ടായിരുന്നത്. പിലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. കാതുകളിലും തിലകങ്ങൾ, ഗോപി തിലകങ്ങൾ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പുഞ്ചിരിയ, നല്ല സന്തോഷം. കാരണം എന്താ, വെണ്ണയിലെ കിട്ടിയിരിക്കുന്നത്. അതും വലിയൊരു കുടം നിറയെ വെണ്ണയെ കിട്ടിയിരിക്കണതേ. അപ്പോൾ ആ ഒരു സന്തോഷം നന്നായി മുഖത്തുണ്ട്. പിന്നെ നമ്മളെയൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയധികം ചിരിച്ചുകൊണ്ടാണ് ഈ വെണ്ണ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ പൊന്നോടക്കുഴലിൽ അരയിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കാം. കാരണം ഈ ഇടത്തെ ഭാഗത്ത് വെണ്ണക്കുടം വെച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് ആ കുടം പിടിച്ചിട്ടുണ്ട്. മറ്റേ കൈ കൊണ്ട് വലത്തെ കൈ ഉണ്ടല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഓടക്കുഴലിൽ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരത്തിന് അത് അരയിൽ ഇങ്ങനെ കുത്തിവെച്ചിരിക്കാം. ആ കിങ്ങിണിയുടെ ഇടയിൽ, ആ പട്ടുകോണകത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ 2 കാലുകളിങ്ങനെ മടക്കി വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ അമർന്നിരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. കുഞ്ഞിക്കാലുകളിലൊക്കെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുന്ദരമായിട്ട് വെണ്ണയുണ്ടുകൊണ്ടിരിക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു കുടം വെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ വെണ്ണക്കണ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ. നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഏകാദശിയെല്ലാം നന്നായി നോറ്റിട്ട് ഭഗവാനിൽ സമർപ്പിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി വെണ്ണയുണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മളെത്തിയിരിക്കുന്നത് ഗണപതിയുടെ മുന്നിലാണ് കേട്ടോ. ഗണപതി അതിസുന്ദരനായിട്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒരു സ്വർണ്ണ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അതിൻ്റെ ബോർഡറിൽ ഇപ്പോൾ താഴ്ഭാഗത്തുള്ള ബോർഡർ ഉണ്ട്. പിന്നെ അരയുടെ അവിടെ ഒരു പട്ട പോലെയുള്ള വീതിയുള്ള ഭാഗം ഉണ്ടല്ലോ. ആ 2 ഭാഗത്തും പല നിറങ്ങളിലുള്ള ബോർഡറുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഉടയാടയായിട്ട്.
പിന്നെ 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്വർണ്ണ നിറത്തിൽ. തുമ്പിയുടെ അറ്റത്ത് സാധാരണ അവിടെ ഒരു സ്വർണ്ണ പൊട്ടൊക്കെ അല്ലേ ഒട്ടിച്ച് വയ്ക്കുക. ഇന്നലെ അവിടെ ഒരു പൂവ് ഇങ്ങനെ ചാർത്തിയിരിക്കുകയാണ്, ചന്ദനം കൊണ്ട് ഒരു നടുക്കൊരു കുത്തിയിട്ടുണ്ട്, ചുറ്റും കുത്തുകുത്തുകളായിട്ടൊരു പൂവ് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു തുമ്പിയുടെ അറ്റത്തുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ ഒരു ചെറിയ നെറ്റിപ്പട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിപ്പട്ടം എന്നല്ല, ഭഗവാന്മാർക്ക് തലയിൽ കെട്ടുകോലം എന്നാണ് പറയേണ്ടതെന്ന് ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുന്നള്ളിപ്പിനൊക്കെ ആനയുടെ നെറ്റിയിൽ വെക്കൂലോ, അതേപോലെയുള്ള തലയിൽ കെട്ടുകോലം നല്ല ഭംഗിയിൽ നല്ല തിളക്കുണ്ടായിരുന്നു കാണാൻ. ചെറുതാണ്, കുഞ്ഞിത് ഗണപതിയുടെ ആ മുഖത്തിൻ്റെ ആ നെറ്റി ഭാഗത്ത് മാത്രമല്ലേ വെക്കേണ്ടൂ, ചെറിയൊരു കോലം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മാലകൾ അണിഞ്ഞത് പറഞ്ഞല്ലോ. പിന്നെ നെറ്റിയിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അത് കിരീടം, വലിയൊരു കിരീടം അണിഞ്ഞിരിക്കുന്നത്. ആ കിരീടത്തിനോട് തൊട്ട് ചേർന്നിട്ടാണ് ആ ഒരു തിലകം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഉത്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചുവപ്പും പിന്നെ കസവിൻ്റെയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഉത്തിരിയും കൂടെ അണിഞ്ഞിട്ടുണ്ട്, മുകളിലൂടെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അലങ്കാരം അങ്ങനെ മുഴുവനായിട്ടില്ല കേട്ടോ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടത്തെ കയ്യിൽ ഒരു സ്വർണ്ണപ്പൂ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ കൊടുക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെയായിരുന്നു അലങ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അതിന് സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതി ആയിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ. ഞാൻ പോയ സമയം ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് മുഖച്ചാർത്തായിരുന്നില്ല, ഗോളകയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട്. അപ്പോൾ ഭഗവതി അമ്മയുടെ മുഖവും കിരീടവും കാതുപൂക്കളും കഴുത്തില കുറച്ച് മാലയുടെ ഭാഗവും ഒക്കെ ആയിട്ടുള്ള ഒരു ഗോളകയാണ്, അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചുവന്ന പട്ടാണ് ചുറ്റിയിരിക്കുന്നത് ഉടയാടയായിട്ട്. പിന്നെ മാലകളൊക്കെ ഈ പൂക്കൾ കൊണ്ടുള്ള തുളസിയും തെച്ചിയും കൊണ്ടുള്ള മാലകളും ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു അലങ്കാരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ തൊഴാട്ടോ. അയ്യപ്പന് ഇന്നലെ മുഖച്ചാർത്തൊന്നും ഉണ്ടായിരുന്നില്ല, അലങ്കാരങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. മഞ്ഞ നിറത്തിൽ നല്ല തിളങ്ങണ മഞ്ഞയായിരുന്നു ഉടയാടയായിട്ടുണ്ടായിരുന്നത്. കഴുത്തിൽ ഒരു മാല അണിഞ്ഞിട്ടുണ്ട്, നല്ല കല്ലുകളൊക്കെ പതിപ്പിച്ച വീതിയുള്ള ഒരു മാലയാണ്. പിന്നെ 2 കമ്മലുകളും വെച്ചിട്ടുണ്ട്, ആ ചെറിയ താമര കമ്മലുണ്ടല്ലോ അതാണ് കാതിൽ അണിഞ്ഞിരിക്കണേ. പിന്നെ കിരീടവും വെച്ചിട്ടുണ്ട്, സ്വർണ്ണ നിറത്തിലൊരു കിരീടം ഉണ്ട് അയ്യപ്പന്, അതും കൂടെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ അലങ്കാരങ്ങളായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം, ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പൻ്റെ മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ, സംശയങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, നമ്മൾ വീടുകളിൽ വെച്ച് ആരാധിക്കാനായിട്ട് ലോഹ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ലോഹ വിഗ്രഹങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ? അപ്പോൾ അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ലോഹ വിഗ്രഹം മാത്രമല്ല, ഏതാണെങ്കിലും വിഗ്രഹങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ളത്, ഫൈബറിലുള്ളത്, അതേപോലെ തന്നെ ഉടഞ്ഞു പോകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ അവൈലബിൾ ആണ്. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് ആരാധിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല കേട്ടോ, അതിൽ ഒരു വിരോധവും ഇല്ല. നമ്മൾ ഭഗവാനെ സേവിക്കുകയാണ്. ഇപ്പം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ ആചാരവിധി പ്രകാരം മന്ത്രങ്ങൾ കൊണ്ട് മേൽശാന്തിമാർ ചെയ്യുന്ന, അതായത് പൂജകളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ വീടുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ ഭക്തജനങ്ങളാണ്. അപ്പം നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ മന്ത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, നാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഭഗവാനെ സേവിക്കാം. അപ്പം എന്തൊക്കെയാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതൊക്കെ ചെയ്യാം. ഇപ്പോൾ അഭിഷേകം ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ കുളിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ വിഗ്രഹം എടുത്തു കൊണ്ടുപോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാം. ഒരു തളികയിൽ വെച്ചിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാം. അപ്പോൾ ഈ കുളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ ദേഹത്താകുന്ന സമയത്ത് ഇപ്പോൾ ഈ ഫൈബർ കൊണ്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ ഒക്കെയുള്ള വിഗ്രഹങ്ങളാണെങ്കിൽ അതിന് പൊട്ടലുകൾ അല്ലെങ്കിൽ അതിന് കേടുപാടുകൾ, അതിങ്ങനെ പൊടിഞ്ഞു പോകുക, അതിന് നിറം മങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ലോഹം കൊണ്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാം, ശ്രദ്ധയോടുകൂടി ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ലോഹ വിഗ്രഹങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാട്ടോ. പൊതുവേ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ ക്ഷേത്രങ്ങളിൽ ചെയ്യണ പോലെ ചെയ്യണ്ട. നമുക്ക് എങ്ങനെയാണോ ചെയ്യാനായിട്ട് സാധിക്കുക അതേപോലെ ചെയ്യാം. അപ്പോൾ അഭിഷേകം ചെയ്യാം. പിന്നെ അതേപോലെ നേദിക്കാം. നമ്മുടെ ഭഗവാനെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യ പദാർത്ഥങ്ങൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ നേദിക്കാം. ചെറിയൊരു തളികയിലോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഭഗവാനെ നേദിക്കാനായിട്ട് കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. അതിൽ പിന്നെ വേറെ ആരും ഉപയോഗിക്കാനായിട്ടൊന്നും പാടില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ നേദിക്കാം. നമ്മൾ വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഭഗവാനെ വെക്കുക. ഭഗവാനെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അത് കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞിന് കൊടുക്കുന്ന പോലെ തന്നെ കൊണ്ടുവന്നിട്ട് നേദിക്കാം. പിന്നെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രസാദമായി. ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേദിക്കാം.
അതേപോലെ തന്നെ ഭഗവാനെ പൂജിക്കാം. ഈ പൂജിക്കുക എന്ന് പറയുന്നത് മന്ത്രങ്ങൾ കൊണ്ടല്ല കേട്ടോ, നമുക്ക് നാമം ചൊല്ലിക്കൊണ്ട് ആരതി ഒഴിയാം ഭഗവാനെ, കർപ്പൂരം കാണിക്കാം, അതേപോലെ തന്നെ ചന്ദനത്തിരി കാണിക്കാം. ഇതൊക്കെ ചെയ്യാം. സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാം. ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്രയേ ചെയ്യുണ്ടോ, ഭഗവാനെ അത്രയേ വേണ്ടൂ. നമ്മൾ ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതിനും അതിന്റെ സമർപ്പണത്തിനാണ് പ്രധാനം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ആചാര്യ മര്യാദകളോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അനുഷ്ഠിച്ചോ ആചരിച്ചോ എന്നല്ല ഭഗവാൻ നോക്കുക. നമ്മുടെ മനസ്സിന്റെ ആ ഒരു സമർപ്പണം ഉണ്ടല്ലോ, അതാണ് ഭഗവാൻ നോക്കുക. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കാനായിട്ടൊന്നുമല്ല ഭഗവാൻ ഇരിക്കുന്നത്, നമ്മളെ രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ ഇരിക്കുക. ഇപ്പൊ ഭഗവാനിലേക്ക് ഉയരാനുള്ള, ഇത് ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള കുഞ്ഞു കുഞ്ഞു ചവിട്ടുപടികളാണ് ഈ ആചാരങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ വ്രതങ്ങളും, ഇപ്പൊ ക്ഷേത്രങ്ങളിലുള്ള ക്ഷേത്ര ദർശനം, അവിടെയുള്ള അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക, ആചാരങ്ങളിൽ പങ്കെടുക്കുക, ഇതെല്ലാം ആധ്യാത്മികമായിട്ട് ഉയരാനുള്ള കുഞ്ഞു കുഞ്ഞു ചവിട്ടുപടികളാണ്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ വന്നു കഴിഞ്ഞാല് അതെല്ലാം ഭഗവാൻ ക്ഷമിക്കും. അതെല്ലാം നമ്മൾ ഭഗവാനിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ്. അപ്പൊ അതിൽ ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുവോ? ഇല്ല. അപ്പൊ രക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആധ്യാത്മികമായിട്ട് ഉയരുക എന്നുള്ളതാണ് പ്രധാനം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സേവിക്കാം, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാലകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒരു ഭക്തൻ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും ഇതിനോടൊപ്പം തന്നെ പറയാം. മാലകൾ കെട്ടുമ്പോഴേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ തന്നെ അലങ്കാരം പറയുന്ന സമയത്ത് ഇപ്പോൾ തെച്ചി, തുളസി, നന്ദ്യാർവട്ടം, താമര, ഇതാണ് പറയാറുള്ളത്. ഈ പൂക്കളാണ് ഭഗവാനെ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ഭഗവാന് മാല അണിയിച്ചു കൊടുക്കുമ്പോൾ ഇതേ പൂക്കൾ തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതെന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭഗവാനെ സേവിക്കാനായിട്ട്, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്, ഭഗവാനോട് സമ്മതിക്കാനായിട്ട് അങ്ങനെ നിബന്ധനകളൊന്നും തന്നെ ഇല്ല. നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലെ ഭഗവാനിലേക്ക് അടുക്കുക, ഭഗവാനിലേക്ക് അപ്രോച്ച് ചെയ്യുക. ആ ഭഗവാനിലേക്ക് അടുക്കണം എന്ന് മാത്രമേ ഭഗവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ എങ്ങനെയുള്ള പുഷ്പങ്ങൾ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല പുഷ്പങ്ങൾ, ഇപ്പോൾ സുഗന്ധമുള്ള പലതരത്തിലുള്ള ഗന്ധങ്ങളുള്ള പുഷ്പങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതല്ല, നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളില്ലേ. ഇപ്പൊ മുല്ലപ്പൂവൊക്കെ ആണെങ്കിൽ ക്ഷേത്രങ്ങളിലൊന്നും മാല കെട്ടാനായിട്ട് എടുക്കാറില്ല, പക്ഷെ നമുക്കത് വീടുകളിൽ ചാർത്താം മുല്ലപ്പൂ കൊണ്ട്. അതേപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നല്ല നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് മാല ചാർത്താട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, പൂക്കളുടെ ഇതളുകൾ ഇപ്പം എന്താണെങ്കിലും അത് മൃദുവായിട്ടിരിക്കണം, നമ്മുടെ ഭഗവാന്റെ ദേഹത്ത് നോവരുത്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നല്ല പൂക്കൾ നമുക്ക് മാല കെട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അത് ഭഗവാനിൽ ചാർത്താവുന്നതാണ്. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും ഭഗവാൻ അതൊന്നും നോക്കില്ല, നമ്മളെ ഒന്നും ശിക്ഷിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. അത്രയും വലിയ ഭക്തവത്സലനാണ്, ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്തനോട് സ്നേഹമുള്ള ഭഗവാനാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിക്കുക. അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവാൻ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ലോഹപ്രതിമകൾ, പൊതുവെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. അടുത്തത് മിനി അജയകുമാർ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഭഗവാനെ ആടിയ എണ്ണ എന്ന് പറയുന്നത് ഭഗവാനെ അഭിഷേകം ചെയ്ത എണ്ണയാണോ? നമ്മൾ ചീട്ടാക്കി കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത എണ്ണയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ആണ്, ഭഗവാനെ അഭിഷേകം ചെയ്ത എണ്ണ തന്നെയാണ് ആടിയ എണ്ണ. ഭഗവാന്റെ വിഗ്രഹം ഒരു പീഠത്തിലാണ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഷ്ടബന്ധമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉറപ്പിച്ച് വെക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പീഠത്തിന്റെ ഒരു പക്കത്ത് ഒരു ഓവുണ്ട്. അപ്പൊ അഭിഷേകം ചെയ്യുന്ന സമയത്ത്, എണ്ണാഭിഷേകത്തിന്റെ സമയത്ത് ആ അഭിഷേകം ചെയ്ത ആ ഒരു എണ്ണ ഈ ഒരു ഓവിലൂടെയാണ് വരിക. അപ്പൊ അതിന്റെ ചുവടെ ഒരു പാത്രം വെക്കും. അപ്പൊ ഈ എണ്ണ അതിലേക്കാണ് വീഴുക. നന്നായി അത് തുടച്ചെടുത്തതിന് ശേഷമാണ് മേൽശാന്തി വാഗപ്പൊടി ചേർത്തുക. എന്നിട്ട് വേറൊരു പാത്രം വെക്കുക. അപ്പൊ ഈ എണ്ണയുടെ പാത്രം മാറ്റി വെക്കും, എന്നിട്ട് വേറൊരു പാത്രം വെക്കും. അപ്പോഴാണ് ഈ വാഗച്ചാർത്ത് കഴിഞ്ഞിട്ടുള്ള, അതിനുശേഷം അഭിഷേകം ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു തീർത്ഥജലം ഈ ഒരു വലിയ പാത്രത്തിലേക്ക് വീഴുക. പിന്നീടുള്ള എല്ലാ അഭിഷേകങ്ങളുടെയും, ഇപ്പൊ സപ്തശുദ്ധി അഭിഷേകം ഉണ്ടല്ലോ, ഇതിന്റെ എല്ലാത്തിൻ്റെയും ആ ഒരു അഭിഷേക തീർത്ഥം ഒരുമിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിൽ വന്ന് വീഴുക. എന്നിട്ട് ഇതാണ് പുറത്ത്, അതായത് തീർത്ഥച്ചെമ്പിൽ ഒഴിച്ചിട്ട് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നത്. ഇപ്പൊ വാഗച്ചാർത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു തീർത്ഥം,
അപ്പോൾ എല്ലാം ഭഗവാന്റെ പ്രസാദങ്ങളെല്ലാം ഭഗവാനെ നേദിച്ചതോ അല്ലെങ്കിൽ അഭിഷേകം ചെയ്തതോ ആണ് കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആടിയ എണ്ണ എന്ന് പറയുന്നത് അഭിഷേകം ചെയ്തിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു പാതാളാഞ്ജന ശിലയിലെ ഭഗവാന്റെ ദേഹത്ത് കൂടെ അഭിഷേകം ചെയ്ത ആ ഒരു എണ്ണയാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയേറെ ആ ഒരു ശക്തി, ആ ഒരു ഫലം അത് ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്നവരുണ്ടെന്നറിയോ? വേദനകൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ളവരെ ഭഗവാന്റെ ഈ ഒരു ആടിയ എണ്ണ ഉപയോഗിച്ചിട്ട് സുഖം പ്രാപിച്ചിട്ടുള്ള അനുഭവങ്ങളും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചുകൊള്ളൂ. വിശ്വാസത്തോട് കൂടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ആ എണ്ണ കയ്യിലെടുക്കുന്ന സമയത്ത് ഇത് ഭഗവാന്റെ ദേഹത്ത് സ്പർശിച്ച ആ ഒരു എണ്ണയാണ് എന്ന്, ഇതിൽ ഭഗവാന്റെ അംശമുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു എണ്ണ ഉപയോഗിക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ നൽകും. ഒരുപാട് പേരുടെ അനുഭവം കൊണ്ടാണ് കേട്ടോ പറയണത്. അപ്പോൾ ഭഗവാന്റെ ആടി എണ്ണ എന്ന് പറയണത് ഭഗവാനെ അഭിഷേകം ചെയ്ത എണ്ണ തന്നെയാണ്. അടുത്തത് സന്ധ്യ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. തൈറോയിഡ് അസുഖം മാറാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് സമർപ്പിക്കേണ്ടതെന്ന്? മുഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന ആ അസുഖമാണ്. ചിലർക്ക് അത് മുഴയായിട്ട് പുറത്തേക്കായിട്ടായിരിക്കും വരിക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ തൈറോയിഡിൻ്റെ മുഴ എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിലെ ദേഹത്തിലെ ഏതൊക്കെ തരത്തിലുള്ള മുഴകൾ ഉണ്ടെങ്കിലും ഭഗവാനെ സമർപ്പിക്കാം, മുഴ സമർപ്പിക്കാം. അത് ആൾരൂപം സമർപ്പിക്കുന്ന ആ ഒരു ഭാഗത്ത് അവിടെ മുഴയും അവൈലബിൾ ആണ്, അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നുകിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആൾരൂപം നമ്മുടെ ദേഹത്തിൻ്റെ അത് മുഴുവനായിട്ടുള്ള ആ ഒരു ശരീരത്തിൻ്റെ രൂപം എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നതുള്ളതാണ് പ്രധാനം. അപ്പോൾ ആൾരൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക ഭാഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ മുഴ എന്ന് പറയുന്നത്. അത് അവിടെ അവൈലബിൾ ആണ്. അവിടെയുള്ള ജീവനക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എടുത്തു തരും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ ഈ അസുഖം മാറ്റിത്തരണേന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാൻ അത് മാറ്റിത്തരും. നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മരുന്നുകൾ ചെയ്യത്താൻ പാതി ദൈവം പാതി എന്ന് തന്നെയാണ് പറയുക. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാട്ടോ. അപ്പം ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ. അസുഖങ്ങളൊക്കെ എല്ലാം പെട്ടെന്ന് മാറ്റി തരട്ടെ കേട്ടോ. അപ്പോൾ ആൾരൂപത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആൾരൂപം എടുത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ മുഴയുണ്ട് അതും എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് യഥാശക്തി ഒരു തുക ആ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം കേട്ടോ. അങ്ങനെയും കൂടെ ചെയ്താൽ മതി. പെട്ടെന്ന് അസുഖമെല്ലാം മാറ്റിത്തരട്ടെ. അടുത്തത് ദിവ്യ വിഷ്ണു എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മഞ്ചാടി കൊണ്ടുള്ള തുലാഭാരം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഞ്ചാടി കൊണ്ട് തുലാഭാരം നടത്താം, പക്ഷേ ഇവിടെ തുലാഭാര കൗണ്ടറിൽ മഞ്ചാടി അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുന്നിക്കുരു ആണ്. അപ്പോൾ കുന്നിക്കുരു കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നടത്താം. അതിന് 20 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. നമ്മുടെ ഭാരത്തിനനുസരിച്ചുള്ള ഒരു തുക അവിടെ അടിച്ചാൽ മതിയായിരിക്കും. മഞ്ചാടി കൊണ്ടാണ് നേർന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് അത് വാങ്ങിക്കൊണ്ടുവരണം. എന്നാൽ മാത്രമേ തുലാഭാരം നടത്താനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. മഞ്ചാടിക്കുരു അവൈലബിൾ അല്ല, കുന്നിക്കുരു ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് തുലാഭാര കൗണ്ടറിൽ. അടുത്തത് ദിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഗുരുവായൂരപ്പൻ്റെ മുന്നിലായിട്ട് താലി കെട്ടുന്ന സമയത്ത്, വിവാഹം കഴിക്കുന്ന സമയത്ത് മഞ്ഞച്ചരടിൽ താലി കെട്ടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കെട്ടാം. ഇപ്പോൾ മഞ്ഞച്ചരടിൽ കെട്ടുന്നവരുണ്ട്, അതേപോലെ തന്നെ സ്വർണ്ണമാലയിൽ താലി കോർത്തിട്ട് അത് കഴുത്തിൽ അണിയിക്കുന്നവരുണ്ട്. അത് ഏത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അത് നമ്മൾ കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. നമ്മൾ വിവാഹം ചീട്ടാക്കുന്ന സമയത്ത് നമുക്ക് തുളസിമാലയാണ് ഇവിടെ നിന്ന് ലഭിക്കുക. താലിയും അതുപോലെ തന്നെ ചരടാണെങ്കിൽ ചരടും, സ്വർണ്ണമാലയാണെങ്കിലും അത് നമ്മൾ കൊണ്ടുവരണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം വേണം. പിന്നെ മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ളവരെ പിന്നീട് ആ ഒരു വഴിപാട് സമർപ്പിക്കാനായിട്ട് വരുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് രണ്ടാമത് താലി കെട്ടണം എന്നില്ല. താലി കെട്ടണ്ട, മുൻപ് ഓൾറെഡി താലി ചാർത്തിയതാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് തുളസിമാല വിവാഹം ചീട്ടാക്കി കഴിഞ്ഞാൽ തുളസിമാല ലഭിക്കും. അപ്പം മാല പരസ്പരം അണിയിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മുൻപ് കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ രണ്ടാമതും താലി ചാർത്തണ്ട. അല്ലാത്തവർക്ക് താലി മഞ്ഞച്ചരടിലോ സ്വർണ്ണമാലയിലോ കോർത്തിട്ട് അണിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ട്, അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാം. കഴിഞ്ഞ 3 ദിവസത്തെ നാമജപങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ. 12,32,784 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ. പിന്നെ ഏകാദശിയാണ്, അപ്പോൾ കൂടുതൽ നാമം ചൊല്ലിക്കോളൂ. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. വിശപ്പും ദാഹവും ഒന്നും ആരെയും അലട്ടാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഏകാദശി അല്ലെങ്കിൽ ഏത് ഏകാദശി വ്രതം എടുക്കുക എന്ന് പറയുമ്പോഴും അതിൻ്റെ സമർപ്പണത്തിനാണ് പ്രധാനം എന്ന് പറഞ്ഞല്ലോ. ഏകാദശി അല്ലെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് ഇപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കൊണ്ട് ഇരിക്കുന്നവർക്ക് വിശപ്പും ദാഹവും ഒന്നും അനുഭവപ്പെടില്ല. ആ ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും ഉയർന്ന് എത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്കുള്ള ഓരോ ചവിട്ടുപടിയാണ് ഓരോരോ വ്രതങ്ങളും. എല്ലാവരും നന്നായി തന്നെ ഏകാദശി വ്രതം നോറ്റോളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്നത്തെ വിശേഷങ്ങൾ, അതുപോലെ അലങ്കാരങ്ങൾ, പുതിയ കഥകൾ, സംശയങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.